ഇന്നത്തെ ഈ വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുറക്കാൻ പോകുന്നത് വളരെ രസകരമായൊരു പുസ്തകമാണ്. അതെ, നമ്മുടെ സ്വന്തം മലയാള സാഹിത്യത്തിലെ ഇതിഹാസങ്ങളുടെ, അവരുടെ രഹസ്യജീവിതങ്ങളുടെ ഒരു വലിയ കഥാപുസ്തകം. കേൾക്കാൻ റെഡിയല്ലേ? നിങ്ങളൊരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ പ്രശസ്തമായ സാഹിത്യനാമങ്ങൾക്ക് പിന്നിൽ ശരിക്കും എന്തായിരിക്കും ഒളിഞ്ഞിരിക്കുന്നതെന്ന്? PSC പരീക്ഷകൾ എഴുതുന്നവരായാലും ഇനി വെറും സാഹിത്യപ്രേമികളായാലും ഈ പേരുകൾ വെറുതെ കാണാപാഠം പഠിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം കേട്ടോ. മറിച്ച് അക്ഷരങ്ങൾ കൊണ്ട് മായാജാലം തീർത്ത ആ ഇതിഹാസങ്ങളുടെ യഥാർത്ഥ മുഖങ്ങൾ കണ്ടെത്തുകയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ഈ വിവരണത്തില് നമ്മൾ പ്രധാനമായും നോക്കുന്നത് 5 കാര്യങ്ങളാണ്. 1. പേരിന്റെ ശക്തി. 2. കേരളത്തിന്റെ സാഹിത്യ ഇതിഹാസങ്ങൾ. 3. തൂലികാനാമങ്ങൾക്ക് പിന്നിലെ മുഖങ്ങൾ. 4. മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയ തൂലികകൾ. പിന്നെ അവസാനം PSC പഠനത്തിനായുള്ള ചില പൊടിക്കൈകളും. അപ്പോ ഒന്നാമത്തെ അധ്യായം, പേരിന്റെ ശക്തി. എന്തിനായിരിക്കും ഈ എഴുത്തുകാരൊക്കെ ഇങ്ങനെ രഹസ്യനാമങ്ങൾ സ്വീകരിച്ചത്? സത്യം പറഞ്ഞാല് ഈ പേരുകൾ അവർക്കൊരു വാളോ പരിചയമോ ഒക്കെയായിരുന്നു. സമൂഹത്തിലെ തെറ്റുകളെ അജ്ഞാതരായി നിന്ന് വിമർശിക്കാനും തീർത്തും പുതിയൊരു വ്യക്തിത്വം തന്നെ സൃഷ്ടിക്കാനും അവർ ഈ പേരുകൾ ആയുധമാക്കി. ഇതിന്റെ നിർവചനം വളരെ സിമ്പിളാണ്. സ്വന്തമായി തെരഞ്ഞെടുക്കുന്ന പേരിനെ നമ്മൾ തൂലികാനാമം എന്ന് വിളിക്കും. ഇനി സാഹിത്യലോകമോ വായനക്കാരോ അവരുടെ എഴുത്തുരീതി കണ്ടിഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ചാർത്തിക്കൊടുക്കുന്ന പേരിനെ അപരനാമം എന്നും പറയും. ഈയൊരു വ്യത്യാസം മനസ്സിലാക്കുക എന്നതാണ് ഈ വിഷയം പഠിക്കാനുള്ള ആദ്യത്തെ താക്കോൽ. ഇനി രണ്ടാമത്തെ അധ്യായം, അതായത് കേരളത്തിന്റെ സാഹിത്യ ഇതിഹാസങ്ങൾ. കേരള എന്ന് തുടങ്ങുന്ന അപരനാമങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ കാണുന്ന ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ SK പൊറ്റക്കാട്ടിനെ കേരള ജോൺ ഗുന്ദർ എന്ന് വിളിക്കുന്നത് ശ്രദ്ധിച്ചോ? ലോക പ്രശസ്ത സഞ്ചാരിയായ ജോൺ ഗുന്ദറെ പോലെ തന്നെ അതിഗംഭീരമായ യാത്രാവിവരണങ്ങൾ എഴുതിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. ഇതുപോലെ ഓരോ പേരിനും കൃത്യമായ കാരണങ്ങളുണ്ട്. ഇനി ഈയൊരു കാര്യം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. മഹാകവി വള്ളത്തോൾ, ഒരൊറ്റ വ്യക്തിക്ക് കിട്ടിയ വിശേഷണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാം. കേരള ടാഗർ, കേരള വാൽമീകി, അങ്ങനെ എന്തെന്തു പേരുകൾ. നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാമല്ലോ അല്ലേ? മൂന്നാമത്തെ അധ്യായം, തൂലികാനാമങ്ങൾക്ക് പിന്നിലെ മുഖങ്ങൾ. അക്ഷരങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ വ്യക്തികളെ നമുക്കിനി കണ്ടെത്താം. നോക്കൂ, വിലാസിനി എന്ന അതിപ്രശസ്തമായ പേരിനു പിന്നിലുള്ളത് സാക്ഷാൽ MK മേനോനാണ്. ഒരുപക്ഷേ വിലാസിനി എന്ന പേരായിരിക്കും നമ്മളിൽ പലർക്കും കൂടുതൽ പരിചിതം. മലയാളത്തിലെ ഒരു വമ്പൻ സാഹിത്യ നേട്ടത്തിലേക്കാണ് ഈ പേര് നമ്മെ കൊണ്ടുപോകുന്നത്. വിലാസിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് അവകാശികൾ എന്ന ബൃഹത്തായ നോവലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നോവലാണിത്. 1981 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 83 വയലാർ അവാർഡുമൊക്കെ വാരിക്കൂട്ടിയ ഒരു ഇതിഹാസ സൃഷ്ടി. ഇനി ഈ പേര് നോക്കൂ, പാറപ്പുറത്ത്. KE മത്തായി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അരനാഴിക നേരം, സൂസന്ന, നിണമണിഞ്ഞ കാൽപ്പാടുകൾ തുടങ്ങി നമ്മൾ ഇന്നും നെഞ്ചിലേറ്റുന്ന അനശ്വര കൃതികളൊക്കെ പിറന്നത് ഈ പേരിന് പിന്നിൽ നിന്നാണ്. പാറപ്പുറത്തിന്റെ അവസാനകാലം ശരിക്കും വളരെ സങ്കടകരമായൊരു കഥയാണ്. അദ്ദേഹം കാണാപ്പോന്ന എന്നൊരു നോവല് വളരെ ആവേശത്തോടെ എഴുതി തുടങ്ങി. പക്ഷേ അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം വിടവാങ്ങി. ഒടുവിൽ സഹപ്രവർത്തകനും സാഹിത്യകാരനുമായ K. സുരേന്ദ്രൻ മുൻകൈ എടുത്തിട്ടാണ് ആ നോവല് പൂർത്തിയാക്കിയത്. അന്ന് സാഹിത്യലോകം കാണിച്ച ആ ഒരു കൂട്ടായ്മ ശരിക്കും എടുത്തു പറയേണ്ടതാണ്. ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നത് എന്താണെന്നാൽ, PC ഗോപാലൻ എന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരിനേക്കാൾ ജനങ്ങൾ ഏറ്റെടുത്തത് നന്ദനാർ എന്ന പേരാണ്. പട്ടാളക്കാരുടെ ജീവിതവും ഉണ്ണിക്കുട്ടന്റെ ലോകവുമൊക്കെ നമ്മോട് മനോഹരമായി പറഞ്ഞ അദ്ദേഹം ഒരു ശൈവഭക്തനിൽ നിന്നാണ് ഈ പേര് കടമെടുത്തത്. രസകരമായ അറിവാണല്ലേ ഇത്? നാലാമത്തെ അധ്യായം, മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയ തൂലികകൾ. വെറും കഥകൾ പറയാൻ മാത്രമല്ല കേട്ടോ ഈ പേരുകൾ ഉപയോഗിച്ചത്. ചില തൂലികാനാമങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്കും വിപ്ലവങ്ങൾക്കും വരെ തിരികൊളുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രേംജി എന്ന പേരിൽ അറിയപ്പെടുന്ന MP ഭട്ടതിരിപ്പാടിനെ തന്നെ എടുക്കാം. അദ്ദേഹം വെറുമൊരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, മറിച്ച് നമ്മുടെ സമൂഹത്തെ തിരുത്തിയെഴുതിയ ഒരു യഥാർത്ഥ നായകൻ കൂടിയായിരുന്നു. നോക്കൂ, യോഗക്ഷേമ സഭയിൽ പ്രവർത്തിച്ച് യാഥാസ്ഥിതിക സമൂഹത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്വന്തം 40-ാം വയസ്സിൽ 17 വയസ്സുള്ള ഒരു വിധവയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ആ സമുദായ ചരിത്രത്തിലെ രണ്ടാമത്തെ മാത്രം വിധവാ വിവാഹമായിരുന്നു അത്. പിന്നീട് വാർദ്ധക്യത്തിൽ
പിരവി എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം നേടി. ശരിക്കും അതിഗംഭീരമായൊരു ജീവിതകഥ തന്നെയാണിത്. അടുത്തത് തീപ്പൊരി ചിന്തകൾ പങ്കുവെച്ച ഇടമറുകാണ്. ടി.സി. ജോസഫ് എന്നാണ് യഥാർത്ഥ പേര്. അദ്ദേഹത്തിന്റെ ക്രിസ്തു ഒരു മനുഷ്യൻ എന്ന പുസ്തകം സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ വലിയ എതിർപ്പുകൾക്കും വഴിതെളിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് തന്നെ ഒന്ന് നോക്കൂ, കൊടുങ്കാറ്റുയർത്തിയ കാലം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ആ പോരാട്ട ജീവിതത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. ഇനി സഞ്ജയൻ എന്ന പേരിൽ ഒളിഞ്ഞിരിക്കുന്നത് എം.ആർ. നായരാണ്. ഷേക്സ്പിയറുടെ ഒഥെല്ലോ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത അദ്ദേഹം തന്റെ മൂർച്ചയുള്ള ആക്ഷേപഹാസ്യത്തിലൂടെ സമൂഹത്തെ നിശ്ചിതമായി വിമർശിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ തന്റെ 40-ാം വയസ്സിൽ അദ്ദേഹം അകാലത്തിൽ വിടവാങ്ങി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സാഹിത്യത്തിൽ ഒരു മായാജാലം സൃഷ്ടിക്കാൻ സഞ്ജയന് കഴിഞ്ഞു. 5-ാമത്തെ അധ്യായം PSC ഇതിഹാസങ്ങളെ പഠിക്കാം. ഈ അവസാന ഭാഗത്തിൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ഹൈ ഈൽഡ് ഫാക്ട്സ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഈ പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. കോവിലന് 2006-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. കാക്കനാടന്റെ ചിതലുകൾ അതുപോലെ ഓണപ്പുടവ പോലെയുള്ള കൃതികൾ സിനിമയായി മാറി. അതായത് അക്ഷരങ്ങൾ വെള്ളിത്തിരയിലേക്ക് പറന്നിറങ്ങി എന്ന് പറയാം. ആനന്ദ് ആൾക്കൂട്ടം രചിച്ചു. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയാമോ? ചെറുകാടെന്ന തൂലികാനാമമുള്ള എഴുത്തുകാരൻ തന്റെ ഹാസ്യ കവിതകൾ എഴുതാൻ മാത്രം മലങ്കാടൻ എന്ന മറ്റൊരു രഹസ്യനാമം കൂടി ഉപയോഗിച്ചിരുന്നു. അതായത് ഒരു അപരനാമത്തിനു പിന്നിൽ മറ്റൊരു അപരനാമം. ഗംഭീരമല്ലേ? അപ്പോ ഇതാണ് നമ്മുടെ ഈ കഥാപുസ്തകത്തിലെ അവസാനത്തെ ലിസ്റ്റ്. ഇതൊന്ന് നോക്കിവെക്കാൻ സമയം തരാം. ഇതില് പി. കുഞ്ഞനന്ദനൻ നായർക്ക് തിക്കോടിയൻ എന്ന പേര് കൊടുത്തത് ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ഷേപഹാസ്യ സാഹിത്യകാരനായ സാക്ഷാൽ സഞ്ജയനാണ്. ഒരു ഇതിഹാസം മറ്റൊരു ഇതിഹാസത്തിന് പേര് നൽകുന്നു. ഈ കഥകളൊക്കെ പരസ്പരം എത്ര മനോഹരമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ചുരുക്കത്തിൽ ഇതെല്ലാം വെറുതെ പരീക്ഷയ്ക്കു വേണ്ടി കാണാപാഠം പഠിക്കാനുള്ള കുറച്ചു പേരുകൾ മാത്രമല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഓരോ പേരിനു പിന്നിലും വലിയൊരു ചരിത്രമുണ്ട്. അക്ഷരങ്ങളുടെ, വിപ്ലവങ്ങളുടെ, സമാനതകളില്ലാത്ത കലയുടെ വലിയൊരു പാരമ്പര്യമുണ്ട്. ഇവരൊക്കെയാണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ശില്പികൾ. അപ്പോ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ചെറിയ ചോദ്യം ചോദിച്ച് ഞാൻ ഇന്നത്തെ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കാം. നാളെ നിങ്ങളുടെ ജീവിതകഥ ഈ ലോകത്ത് എഴുതപ്പെടുമ്പോൾ അത് ഏത് പേരിലായിരിക്കും നിങ്ങൾ അവശേഷിപ്പിക്കുക? ആ ഒരു ചിന്ത പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും സ്വന്തം ജീവിതത്തിലൊരു ഇതിഹാസമായി മാറാനും നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ഈ വിവരണം കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി. നമുക്ക് വീണ്ടും കാണാം.